IPLന്റെ 18ാം സീസൺ അവസാന ഘട്ടങ്ങളിലെത്തവേ വിവിധ ഫ്രാഞ്ചൈസികൾക്കൊപ്പം മോശം ഫോമിൽ തുടരുന്ന ഇന്ത്യൻ താരങ്ങൾ തീർച്ചയായും ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം വരാനിരിക്കുന്ന T20 പരമ്പരകളിൽ ഇന്ത്യൻ ടീമിൽ ഇവരുടെ സ്ഥാനം തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സമീപകാലത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിലെ സജീവ സാന്നിധ്യമായിരുന്ന പലരും IPLൽ നനഞ്ഞ പടക്കമായി മാറിയിരിക്കുകയാണ്. ഓഗസ്റ്റിൽ ബംഗ്ലാദേശുമായി അവരുടെ നാട്ടിലാണ് ഇന്ത്യൻ ടീം അടുത്ത T20 പരമ്പര കളിക്കാൻ ഇറങ്ങുന്നത്. IPLലെ പ്രകടനം കൂടി വിലയിരുത്തിയാവും ഈ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുക്കുക എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ ടൂർണമെന്റിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാതെ പോയ താരങ്ങൾ തീർച്ചയായും ഭയക്കേണ്ടിയിരിക്കുന്നു. ഇടം കയ്യൻ വെടിക്കെട്ട് ബാറ്ററും സ്പിന്നർമാരുടെ അന്തകനുമായ ഓൾറൗണ്ടർ ശിവം ദുബെയാണ് ഇന്ത്യൻ T20 ടീമിലെ സ്ഥാനം നഷ്ടമാകാനിടയുള്ള ആദ്യത്തെ താരം. ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ഈ സീസണിലെ IPLൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. സ്പിന്നർമാരെ മധ്യ ഓവറുകളിൽ കടന്ന് ആക്രമിക്കാറുള്ള ദുബെയുടെ പ്രഹരശേഷിയിൽ വലിയ ഇടിവാണ് ഇത്തവണ സംഭവിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യൻ ടീമിലും അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടമാവാൻ കാരണമാകുന്നതാണ്. ഈ സീസണിൽ ചെന്നൈക്ക് വേണ്ടി 12 മത്സരങ്ങളിലാണ് ദുബെ കളിച്ചത്. 34 ശരാശരിയിൽ 129.77 എന്ന മോശം സ്ട്രൈക്ക് റേറ്റിൽ ഒരു 50 അടക്കം 340 റൺസ് മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ. T20 ഫോർമാറ്റിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സ്ട്രൈക്ക് റേറ്റ് ആണ് ഇത്തവണ ദുബെയുടേത്. അതുപോലെ പരിചയസമ്പന്നനായ പ്രീമിയം ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് ഷമിയാണ് ഇന്ത്യയുടെ T20 ടീമിൽ സ്ഥാനം നഷ്ടമാവാൻ പോകുന്ന രണ്ടാമത്തെയാൾ. ഇംഗ്ലണ്ടുമായി ഈ വർഷം ഇന്ത്യ കളിച്ച അവസാനത്തെ 5 T20കളുടെ പരമ്പരയിൽ അദ്ദേഹം ടീമിന്റെ ഭാഗമായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രകടനം ഷമി കാഴ്ചവെച്ചില്ല. പരിക്ക് കാരണം ഒരു വർഷത്തിലേറെ പുറത്തിരുന്ന ശേഷം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് കണ്ട പരമ്പരയായിരുന്നു ഇത്. പക്ഷെ പഴയ ഷമിയുടെ നിഴൽ മാത്രമേ ഇംഗ്ലണ്ടിനെതിരെ കണ്ടുള്ളൂ. IPLൽ തന്റെ പുതിയ ടീമായ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പം അദ്ദേഹത്തിന്റെ ശക്തമായ തിരിച്ചുവരവ് എല്ലാവരും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഷമി ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. മോശം ഫോം കാരണം വെറും 9 മത്സരങ്ങളിൽ മാത്രമേ ഷമിയെ SRH ഇത്തവണ കളിപ്പിച്ചിട്ടുള്ളൂ. 11.23 എന്ന മോശം ഇക്കണോമി റേറ്റിൽ വീഴ്ത്തിയത് 6 വിക്കറ്റുകൾ മാത്രമാണ്. ഈ സീസൺ കഴിഞ്ഞാൽ ഷമിയെ SRH ടീം ഒഴിവാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ദേശീയ ടീമിൽ അദ്ദേഹം ഉടനെയൊന്നും അവസരവും പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. സമീപകാലത്ത് ഇന്ത്യൻ T20 ടീമിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു യുവ സ്പിന്നർ രവി ബിഷ്ണോയി. ഈ ഫോർമാറ്റിൽ ടീമിൽ സ്ഥാനമുറപ്പിച്ച അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന IPL സീസൺ തന്നെയാണിത്. ലക്നൗ സൂപ്പർ ജയൻസിനോടൊപ്പം ബിഷ്ണോയ് വൻ ഫ്ലോപ്പായി തീർന്നു. 11 മത്സരങ്ങളിലാണ് ഈ സീസണിൽ LSGക്കായി അദ്ദേഹം പന്തെറിഞ്ഞത്. 10.84 ഇക്കണോമി റേറ്റിൽ നേടാനായത് 9 വിക്കറ്റുകൾ മാത്രമാണ്. പഴയതുപോലെ ബാറ്റർമാർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇപ്പോൾ ബിഷ്ണോയ്ക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ അദ്ദേഹം ഇനി അവസരം പ്രതീക്ഷിക്കേണ്ടതായിട്ടുമില്ല.